2024 വിജയ് സേതുപതി, അനുരാഗ് കശ്യപ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നിതുലൻ സ്വാമിനാഥൻ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് മഹാരാജ. വളരെ മികച്ചൊരു തിരക്കഥയാണ് ചിത്രത്തിന്റെ പ്രത്യേകത. ആ സിനിമയിൽ ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസും ബ്രില്യൻസും ഉണ്ട്. അതിനെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. സിനിമ കാണാത്തവർക്ക് വീഡിയോ സ്പോയിലർ ആയിരിക്കും. ഒരേ സമയത്ത് നടക്കുന്ന കാര്യങ്ങളാണ് സിനിമയിൽ കാണിക്കുന്ന രീതിയിലാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. ആക്സിഡന്റിൽ ഭാര്യ മരിക്കുന്നു, വർഷങ്ങൾക്ക് ശേഷം മകൾക്കൊപ്പം ജീവിക്കുന്നു. മകൾ സ്പോർട്സ് മീറ്റിന് പോകുമ്പോൾ ലക്ഷ്മിയെ കാണാതാകുന്നു. വരും മുമ്പ് ലക്ഷ്മിയെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. ക്ലൈമാക്സിനോട് അടുത്തെത്തുമ്പോഴാണ് അങ്ങനെയൊന്നുമല്ല, ഇതെല്ലാം പല സമയത്ത് നടന്ന കാര്യങ്ങളാണെന്ന് നമുക്ക് വ്യക്തമാകുന്നത്. സിനിമയ്ക്ക് 3 ടൈം ലൈൻ ഉണ്ട്. 2023 ഫെബ്രുവരി എന്ന പ്രസന്റ് കാലഘട്ടം, രണ്ടാമത്തേത് ഒരാഴ്ച മുമ്പ് നടന്ന സംഭവങ്ങൾ, മൂന്നാമത്തേത് വർഷങ്ങൾക്ക് മുമ്പ് 2009 നടന്ന സംഭവങ്ങൾ. ഈ ഒരു കാര്യം ഒരു ട്വിസ്റ്റ് പോലെ വെളിപ്പെടുത്താൻ അതുവരെ പ്രേക്ഷകനെ തെറ്റിദ്ധരിപ്പിക്കാൻ ചില ബ്രില്യൻസുകൾ സംവിധായകൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൊന്നായിരുന്നു വിജയ് സേതുപതി കുപ്പത്തൊട്ടി കാണാതായെന്ന പോലീസിൽ പരാതി പറഞ്ഞ ശേഷം അനുരാഗ് കശ്യപിന്റെ വീട്ടിൽ ആ ഒരു കുപ്പത്തൊട്ടി കാണിക്കുന്നത്. അതായത് കള്ളനായ സെൽവൻ ആ കുപ്പത്തൊട്ടി സ്വന്തം വീട്ടിൽ കൊണ്ടുവച്ചെന്ന് നാം കരുതും. സിനിമയിൽ ആ രംഗത്ത് കാണിക്കുന്ന അതേ കുപ്പത്തൊട്ടി തന്നെയാണ് പിന്നീട് ലക്ഷ്മിയായി മാറുന്നത്. സിനിമയുടെ ഫ്ലാഷ് ബാക്ക് കാലഘട്ടം 2009 ഈ കാണിക്കുന്ന പത്രകടലാസിൽ നിന്നും വ്യക്തമാകുന്നുണ്ട്. 2009 സെൽവന്റെ വീട്ടിൽ ആ കുപ്പത്തൊട്ടി കാണിക്കുന്നത്. പിന്നീട് ആ കുപ്പത്തൊട്ടി കാണിക്കുന്നത് ഈ രംഗത്തിലാണ്. അത് അഭിരാമിയുടെ വീട്ടിലാണ്. സെൽവന്റെ അറസ്റ്റിന് ശേഷം വീട് മാറിപ്പോകുമ്പോൾ ആ കുപ്പത്തൊട്ടിയും കൊണ്ടുപോയതായിരിക്കാം. സിനിമയിൽ അത് കാണിക്കുന്നില്ലെങ്കിലും അതേ കുപ്പത്തൊട്ടി തന്നെയാണ് ആ വീടിന് മുകളിൽ കാണിക്കുന്നത്. അതേ കുപ്പത്തൊട്ടി തന്നെയാണ് കുട്ടിയുടെ ജീവൻ രക്ഷിക്കുന്നതും പിന്നീട് ലക്ഷ്മിയായി മാറുന്നതും അവസാന രംഗത്ത് ബെഡിനടിയിൽ കാണിക്കുന്നതുമെല്ലാം. 2009 സംഭവങ്ങൾക്ക് ശേഷം പിന്നീട് കാണിക്കുന്നത് 2023 ഫെബ്രുവരി മാസം ആദ്യ ആഴ്ചയിലെ കാര്യങ്ങളാണ്. ലെമൺ റൈസ്, മുട്ട. ആ സമയത്താണ് മകൾ സ്പോർട്സ് മീറ്റിന് പോകുന്നത്. അതെല്ലാം തന്നെ ഈ കലണ്ടർ രംഗത്ത് വ്യക്തമാകുന്നുണ്ട്. ഫെബ്രുവരിയിലെ അവസാന ആഴ്ചകളിലാണ് പോലീസ് സ്റ്റേഷനിൽ പോകുന്നതും ലക്ഷ്മിയെ കാണാനില്ല എന്ന് പരാതി നൽകുന്നതും. അവിടെ പ്രേക്ഷകന് കാലഘട്ടത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണയുണ്ടാക്കാൻ ഈ വാട്സപ്പ് മെസ്സേജുകളാണ് കാരണം. മകൾ ലക്ഷ്മിയെക്കുറിച്ച് പറയുന്നതും ഷൂ വാങ്ങാൻ വേണ്ടി പറയുന്നതുമെല്ലാം റിയൽ ടൈമിൽ നടക്കുന്ന കാര്യങ്ങളാണെന്ന് നാം തെറ്റിദ്ധരിക്കുന്നു. എന്നാൽ അതെല്ലാം ആഴ്ചകൾക്ക് മുമ്പ് അയച്ച മെസ്സേജുകളായിരുന്നു. വിജയ് സേതുപതി അത് വീണ്ടും പ്ലേ ചെയ്യുന്നത് മാത്രമാണ്. സിനിമയുടെ ആദ്യത്തിൽ തന്നെ വ്യക്തമായി നോക്കിയാൽ ആ കാര്യം മനസ്സിലാക്കാം. മകൾ മെസ്സേജ് അയക്കുമ്പോൾ അതിന് മുകളിൽ ടുഡേ എന്ന് വ്യക്തമായി കാണാം. എന്നാൽ വിജയ് സേതുപതി അത് വായിക്കുമ്പോൾ അത് ടുഡേ അല്ല, പകരം അത് ഫെബ്രുവരി 19 വ്യക്തമാണ്. ഇതിലൂടെ അതെല്ലാം തന്നെ പഴയ മെസ്സേജുകൾ വായിക്കുന്നതാണെന്ന് വ്യക്തമാണ്. സിനിമയുടെ തുടക്കത്തിൽ പഴയ 2 തമിഴ് നടന്മാർക്ക് നന്ദി പറയുന്നുണ്ട്. അതിലൊന്ന് രാംകി ആയിരുന്നു. സിനിമയുടെ ആദ്യത്തിൽ കാണിക്കുന്ന സലൂണിന് പേര് നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പേരാണ്. അദ്ദേഹത്തിന്റെ ഫോട്ടോവും ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ആദ്യ സീനിൽ പാടുന്ന ഗാനം 1997 രാംകി അഭിനയിച്ച പുത്തം പുതുപ്പൂവ് എന്ന സിനിമയിൽ നിന്നുള്ളതാണ്. செவ்வந்தி பூவுக்கும் தென்பாண்டி பாட்டுக்கும் செவ்வந்தி பூவுக்கும் தென்பாண்டி காத்துக்கும் എമ്പാട്ടെന്നാ സന്തോഷം കൊണ്ടിന്നും ഞാൻ മുത്തം തരുമ്പോഴും എന്താണെന്താ പെണ്ണേ കോപം. മറ്റൊരു നടൻ കുനാലായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ റെഫറൻസും സിനിമയിൽ കാണിക്കുന്നുണ്ട്. സിനിമയിലെ രാഷ്ട്രീയക്കാരന്റെ എൻട്രിയിൽ അദ്ദേഹത്തിന്റെ കാറിൽ കുനാലിന്റെ ഫോട്ടോ വെച്ചിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ 2001 കുനാൽ അഭിനയിച്ച് പുറത്തിറങ്ങിയ പാർവ ഒன்றേ പോതും എന്ന സിനിമയെക്കുറിച്ചും അതിലെ ഈ ഗാനത്തെക്കുറിച്ചും പറയുന്നുണ്ട്. பார்வை ஒன்றே போது படம் பார்த்திருக்கியா? அசைந்தாடும் காற்றுக்கும் அழகான பூவுக்கும் அசைந்தாடும் காற்றுக்கும் அழகான പൂവുക്കും കാതലാ. ആ കഥാപാത്രം കുനാലിന്റെ ഫാനാണെന്ന് മാത്രമല്ല, ആ കണ്ണാടിയും കുനാൽ നൽകിയതാണെന്നും ആ കണ്ണാടിക്ക് കുനാൽ കണ്ണാടി എന്നാണ് പറയുന്നതും. പക്ഷേ മലയാളം ഡബിൽ അത് ഭാര്യ നൽകിയതാണെന്നും ഹിന്ദി ഡബിൽ ലീഡർ നൽകിയതാണെന്നും മാത്രമാണ് പറയുന്നത്. സിനിമയിൽ ഹിഡനായി ബ്രില്യൻസ് മാത്രമല്ല, ഹിഡനായി പരസ്യവും നൽകാറുണ്ട്. ഈ സിനിമയിലും അങ്ങനെ ഒരു പ്രൊഡക്ട് പ്ലേസ്മെന്റ് ഉണ്ട്, ഫിനോലെക്സിന്റെ. ഒട്ടുമിക്കവാറുമുള്ള ഔട്ട്ഡോർ സീനുകളിലെല്ലാം തന്നെ ഫിനോലെക്സിന്റെ പരസ്യം കാണാം. വിക്രം സിനിമയിലും വിജയ് സേതുപതിയുടെ ഇൻട്രോയിലും പൈപ്പിൽ വലിഞ്ഞു കയറുമ്പോഴും എല്ലാം ഫിനോലെക്സിന്റെ പരസ്യം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഹാരാജയിലും പലയിടത്തും ഇത് കാണാം. റോഡിനടുത്തുള്ള വീടായതുകൊണ്ടാണ് നിയന്ത്രണം വിട്ട ലോറി വീട്ടിലേക്ക് ഇടിച്ചു കയറുന്നത്. അങ്ങനെയാണ് മരണം സംഭവിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് വലിയ റോഡൊന്നും അടുത്തില്ലാത്ത ഒരു സ്ഥലത്ത് വീട് വെച്ച് താമസിക്കുന്നതാണ്. ആദ്യമുണ്ടായ ആക്സിഡന്റിന്റെ ഭയത്താലായിരിക്കണം അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക. മഹാരാജ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറയുന്ന കഥ കളവാണെന്ന് പ്രേക്ഷകനും അപ്പോൾ തന്നെ മനസ്സിലാക്കാം. അതിനായി ചില ഹിൻസ് സിനിമയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സംഭവം നടന്ന രാത്രി മഹാരാജ വീട്ടിലേക്ക് പോകുന്ന സീൻ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് പറയുന്നത് ഇങ്ങനെയാണ്: തൊട്ടികളിൽ സാവി എടുത്ത കഥ തന്റെ ഉള്ള പോണ സാർ, ഹാളുക്ക് വന്ന് ലൈറ്റ് പോട്ടെ സാർ. എന്നാൽ അത് കാണിക്കുന്നത് ഇങ്ങനെയും.
താക്കോലൊന്നും എടുക്കുന്നില്ല എന്നും വാതിൽ അങ്ങനെ തന്നെ തള്ളി തുറക്കുക മാത്രമാണ് ചെയ്യുന്നതും അതിനകത്ത് അപ്പോൾ തന്നെ ലൈറ്റ് ഉണ്ടെന്നും നമുക്ക് ആദ്യ സീനിൽ തന്നെ കാണാം. എന്തിനു വേണ്ടിയാണ് മഹാരാജ കുപ്പത്തൊട്ടി കാണാതെ എന്ന് കേസ് കൊടുക്കുന്നത്? മകളെ ആക്രമിക്കാൻ വന്നവരുടെ കയ്യിൽ നിന്നും താഴെ വീണ ഹൈവേയിൽ കാറിന് ടോൾ കൊടുത്ത റെസിപ്റ്റ് ലഭിക്കുകയും അതിലെ വണ്ടി നമ്പർ നോക്കി അത് രാഷ്ട്രീയക്കാരനാണ് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അത് ചോദിക്കാൻ ചെല്ലുമ്പോഴാണ് കാർ ഉപയോഗിച്ചത് ധനയാണെന്നും ധനയിൽ നിന്നും പോലീസുകാരുടെ കൂടെ തന്റെ കൂട്ടാളി ഉണ്ടെന്നും മനസ്സിലാക്കുന്നത്. ആ കൂട്ടാളി ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് പോലീസ് സ്റ്റേഷനിൽ വന്ന് കുപ്പത്തൊട്ടിയുടെ കേസുണ്ടാക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ കാണുന്ന ഓരോ ആൾക്കാരുടെയും മുതുകിൽ ചെവി മുളച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക മാത്രമാണ് അവിടെ ചെന്നുകൊണ്ട് ചെയ്യുന്നതും. പരിശോധിച്ചവരുടെ പേരുകൾ വെട്ടിക്കളയുന്നതും കാണാം. ഓരോ പോലീസുകാരന്റെയും പുറം ചെക്ക് ചെയ്യാൻ വേണ്ടി പല ടെക്നിക്കുകളും മഹാരാജ ഉപയോഗിക്കുന്നുണ്ട്. ധനയുടെ കൂട്ടുകാരന്റെ പുറം പരിശോധിക്കുന്നത് അയാളെ ആശ്വസിപ്പിക്കുന്നത് പോലെ അഭിനയിച്ചുകൊണ്ടാണ്. സിനിമയുടെ ആദ്യത്തിൽ 2009 സലൂൺ കാണിക്കുമ്പോൾ അവിടെ ഒരു നായയെ കൊണ്ടൊരാൾ വരുന്നുണ്ട്. എന്നാൽ ക്ലൈമാക്സിലെത്തുമ്പോൾ അനുരാഗ് കശ്യപിന്റെ കഥാപാത്രം അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അവിടെ ആ നായ അപ്പോഴും അവിടെ കാണാം. ആ നായയുടെ കണ്ടിന്യൂറ്റി കീപ്പ് ചെയ്തുകൊണ്ട് എല്ലാം ഒരേ സമയത്ത് നടന്ന കാര്യങ്ങളാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. സെൽവത്തെയും സംഘത്തെയും പോലീസ് എങ്ങനെ കണ്ടെത്തിയെന്ന് സിനിമയിൽ വ്യക്തമായി പറയുന്നില്ല. മോഷണം നടക്കുന്ന വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കുന്ന മോഡസ് ഓപ്പറാൻഡി പോലീസ് പരിശോധിച്ചിരിക്കാം. ഫോണിലൂടെ അവർക്ക് മോഷണം നടത്തേണ്ട സ്ഥലങ്ങളുടെ ഡീറ്റെയിൽസ് നൽകുന്നത് ആരാണെന്നും വ്യക്തമാകുന്നില്ല. ചിലപ്പോൾ അയാൾ ഒറ്റിയതാകാം. സിനിമയിൽ വളരെ പെട്ടെന്ന് കാണിച്ചു പോകുന്ന ഒന്നായിരുന്നു യഥാർത്ഥത്തിൽ ബലാത്സംഗം നടത്തിയത് നല്ല ശിവമാണെന്ന് പോലീസിനും മനസ്സിലാകുന്ന കാര്യം. മഹാരാജയുടെ ഫോൺ വിവരങ്ങൾ സൈബർ സെൽ പരിശോധിക്കുന്നതായി കാണിക്കുന്നുണ്ട്. ധന കൊല്ലപ്പെടുന്ന സമയത്ത് മഹാരാജയുടെയും ടവർ ലൊക്കേഷൻ അവിടെയാണെന്ന് മനസ്സിലാക്കിയിരിക്കാം. മഹാരാജയുടെ ഫോട്ടോ രാഷ്ട്രീയക്കാരന് കാണിച്ചുകൊണ്ട് ധനയെ അവസാനമായി വന്നു കണ്ടയാൾ അത് ഇളയരാജയല്ല മഹാരാജ തന്നെയാണെന്ന് പോലീസിന് വ്യക്തമായിരിക്കാം. അല്ലെങ്കിൽ അടിയുണ്ടാക്കിയ സ്ഥലത്തെ CCTV ദൃശ്യങ്ങളിൽ നിന്നും മഹാരാജയെ തിരിച്ചറിഞ്ഞിരിക്കാം. എന്തായാലും പോലീസ് അങ്ങോട്ട് പോകുന്നൊരു ദൃശ്യം കാണിക്കുന്നുണ്ട്. പോലീസ് ധനയുടെ ശവം കാണുമ്പോൾ ധനയുടെ ഫോണിൽ നല്ല ശിവം വിളിക്കുന്നതായി കാണിക്കുന്നുണ്ട്. നല്ല ശിവത്തിന്റെ ഫോട്ടോ കാണിച്ചുകൊണ്ട് അയാൾ തന്നെയാണ് ധനയുടെ കൂട്ടാളിയെന്ന് പോലീസും മനസ്സിലാക്കുന്നുണ്ട്. ഹോസ്പിറ്റലിലെത്തിയ പോലീസുകാർ ഡോക്ടറോട് സംസാരിച്ചും കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ആയിരിക്കാം പോലീസ് നല്ല ശിവം തന്നെയാണ് പ്രതിയെന്ന് ഉറപ്പിക്കുന്നത്. ബലാത്സംഗത്തിനിരയായി ആശുപത്രിയിൽ എത്തിയിട്ടും ഡോക്ടർമാർ എന്തുകൊണ്ട് പോലീസിനെ വിളിച്ചില്ല എന്ന് പലർക്കും സംശയമുണ്ടായേക്കാം. ആ സംശയം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് സിനിമയുടെ ആദ്യത്തിൽ തന്നെ മഹാരാജയുടെ ഉറ്റ സുഹൃത്തായ ഡോക്ടറെ കാണിക്കുന്നത്. അയാളുടെ അടുത്തേക്കാണ് കൊണ്ടുപോകുന്നതും. തുടർ ചികിത്സ നൽകുന്നത് ടീച്ചറുടെ വീട്ടിൽ വെച്ചാണെന്നും വ്യക്തമാകുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഈ ഒരു കേസ് പോലീസിൽ പരാതിയായി എത്താത്തത്. ജ്വല്ലറിയിൽ പോകുമ്പോൾ അന്നത്തെ ദിവസം ജൂലൈ 2 ആണെന്ന് കലണ്ടറിൽ കാണിക്കുന്നുണ്ട്. വർഷം വളരെ ബ്രില്യന്റ് ആയി തന്നെ മറച്ചു വെച്ചിട്ടുമുണ്ട്. ജ്വല്ലറിയിൽ വെച്ച് മറ്റൊരു കാര്യം പറയുന്നുണ്ട്. 2 നാളിന് ശേഷമാണ് ബർത്ത്ഡേ വരുന്നത്. അന്ന് തന്നെയാണ് ഈ ഒരു പത്രം വായിക്കുന്നത്. പത്രത്തിലെ ഡേറ്റ് സെപ്റ്റംബർ 18 ആണ്. അപ്പോൾ 2 ദിവസത്തെ വ്യത്യാസമല്ലല്ലോ ഉള്ളത്. ആ ഡീറ്റെയിലിംഗിൽ അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചതാകാം. കുനാൽ കണ്ണാടി നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അക്രമാസക്തനാവുന്ന രാഷ്ട്രീയക്കാരനെ നാം കാണാം. അതുപോലെ തന്നെ പോലീസുകാർ കരുതുന്ന പോലെ തന്നെയാണ് പ്രേക്ഷകരും ഒരു കുപ്പത്തൊട്ടിക്ക് വേണ്ടി വരുന്ന മഹാരാജയും ആദ്യം കാണുന്നത്. വളരെ മികച്ചൊരു ആക്ഷൻ ത്രില്ലർ ചിത്രം തന്നെയാണ് മഹാരാജ. പ്രത്യേകിച്ച് സിനിമയുടെ കഥ തിരക്കഥയിലൂടെ പ്രേക്ഷകർക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്ത രീതി. സിനിമയിൽ എന്തെല്ലാം ഹിഡൻ ഡീറ്റെയിൽസുകളും ബ്രില്യൻസുകളുമാണ് നിങ്ങൾ കണ്ടെത്തിയത്? അവ കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമല്ലോ. മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും വരാം. പീസ്.